നമസ്തേ. ഗീതാസപര്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാസപര്യയിൽ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 22, 23 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. യുദ്ധരംഗത്ത് ശോകമോഹങ്ങൾ കൊണ്ട് തളർന്നിരിക്കുന്ന അർജുനനെ വീണ്ടും കർമ്മോന്മുഖനാക്കുന്നതിനായി ശ്രീ ഭഗവാൻ കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും രഹസ്യങ്ങൾ അർജുനന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ അത് കർമ്മയോഗമാണ്. കർമ്മയോഗം എന്നാൽ കർമ്മത്തിന് അതിൻ്റെ പ്ലാനിങ്, എക്സിക്യൂഷൻ, അതേപോലെ അതിൻ്റെ ഫലം, റിസൾട്ട് എന്ന 3 ഘട്ടങ്ങളുണ്ട് ഏത് കർമ്മത്തിനും. അതിൽ ഈ പ്ലാനിങ്ങും എക്സിക്യൂഷനും മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതെന്നും ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നും മനസ്സിലാക്കി അതിൻ്റെ ഫലം അനുകൂലമായാലും വിജയമായാലും പ്രതികൂലമായാലും പരാജയമായാലും അതിനെ ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധതയോടുകൂടി കർമ്മം ചെയ്യുന്നതിനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അത് ഒരു ഭാഗത്ത്. ഈ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ മനസ്സിന് ശുദ്ധിയും പാകതയും ഉണ്ടായി. അതൊരു ട്രെയിനിങ് ആണ്. അങ്ങനെ ആ ട്രെയിനിങ്ങിലൂടെ ആ മനസ്സിന് ശുദ്ധിയും പാകതയും ഉണ്ടായി. ഈ മനസ്സുകൊണ്ട് ആത്മജ്ഞാനം നേടുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ആത്മാവ്, ശരീര മനസ്സുകളെ കാണുന്നവനായ, അറിയുന്നവനായ ഒരാത്മാവ്. ഈ ശരീര മനസ്സുകൾ ഉപകരണങ്ങളാണ്. നമ്മൾ കയ്യിൽ പിടിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് എഴുതാൻ ഉപയോഗിക്കുന്ന പേന എന്ന ഉപകരണം പോലെ കർമ്മം ചെയ്യാനും ജ്ഞാനം സമ്പാദിക്കാനും മറ്റുമുള്ള മറ്റുള്ള ഉപകരണങ്ങളാണ് ശരീര മനസ്സുകൾ എന്ന് അറിയുന്നതിലൂടെ ഈ ശരീര മനസ്സുകളെ അറിയുന്ന, നിരീക്ഷിക്കുന്ന സാക്ഷിയായ ആത്മാവ്, ഈ ആത്മാവ് ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന അറിവാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആ ആത്മജ്ഞാനത്തിലൂടെയാണ് മോക്ഷം അഥവാ ദുഃഖനിവൃത്തി, ആത്യന്തിക ദുഃഖനിവൃത്തിയാണ് മോക്ഷം. മരണശേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ കിട്ടേണ്ട എന്തോ ഒന്നല്ല മോക്ഷം. ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ മനസ്സ് ദുഃഖത്തിൽ നിന്ന് നിവൃത്തിയുണ്ടായി, ദുഃഖത്തിൽ നിന്ന് ഫ്രീ ആയി, നിവൃത്തമായി ഇരിക്കുന്ന, ഫ്രീ ആയിരിക്കുന്ന ആ അവസ്ഥയാണ് മോക്ഷം, മുക്തി, ഫ്രീഡം എന്ന് പറയുന്നത്, ലിബറേഷൻ. ദുഃഖത്തിൽ നിന്നാണ് മുക്തി, ദുഃഖത്തിൽ നിന്നാണ് ലിബറേഷൻ. അതുണ്ടാകുന്നത് ദുഃഖമുണ്ടാക്കുന്ന ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ആത്മാവാണ് ഞാൻ, നിത്യവസ്തുവായ ആത്മാവ്, എറ്റേണൽ സ്വഭാവത്തോടു കൂടിയ ആത്മാവാണ് ഞാൻ എന്നറിയുന്നതിലൂടെയാണ്. അപ്പം അതിനുള്ള പ്രാഥമിക മാർഗമാണ് കർമ്മയോഗാനുഷ്ഠാനം. അതായത് നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത്, അധ്യാപകനായിട്ടോ ഓഫീസിൽ ജോലി ചെയ്യുന്നയാളായിട്ടോ ബിസിനസ് ചെയ്യുന്നയാളായിട്ടോ കൃഷിക്കാരനായിട്ടോ കലാകാരനായിട്ടോ എങ്ങനെ പ്രവർത്തിക്കുന്ന ആളായാലും അയാളുടെ കർമ്മത്തെ ഫലാഭിസന്ധിയില്ലാതെ, ഫലത്തെക്കുറിച്ച് വറീഡാവാതെ, ഫലമുണ്ടാകും, അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള ഫലമുണ്ടാകും, പക്ഷേ അതിനെക്കുറിച്ച് വറീഡാവാതെ ആ തൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന ഒരു പ്രോസസ്സാണ്. അതിന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതാണ് കർമ്മയോഗം. അങ്ങനെ കർമ്മയോഗത്തിലൂടെ ജ്ഞാനം സമ്പാദിക്കുമ്പോഴാണ് ഈ മോക്ഷത്തിലെത്തുക. ഇതാണ് ഭഗവത്ഗീതയുടെ ഒരു 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 മെത്തേഡ്. ഈ മെത്തേഡിനെ കുറിച്ചാണ് ഭഗവത്ഗീതയിൽ ഇവിടെ ഈ അധ്യായത്തിൽ ശ്രീ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജ്ഞാനിയായ ഒരു വ്യക്തി, ആത്മജ്ഞാനം നേടിയ ഒരു വ്യക്തി, സ്വാഭാവികമായും ആത്മജ്ഞാനം നേടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട്, ആഗ്രഹങ്ങളുള്ളപ്പോഴാണ് കർമ്മം ചെയ്യുക. എനിക്കത് നേടണം എന്ന ആഗ്രഹമുള്ളപ്പോൾ കർമ്മം ചെയ്യും. ആ ആഗ്രഹമില്ലെങ്കിൽ അയാൾ കർമ്മം ചെയ്യില്ല. അപ്പോൾ ഈ ആഗ്രഹം ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട്, കാരണം ആത്മജ്ഞാനിയാണ്, ഞാൻ ആത്മാവാണ് എന്ന് അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു നേട്ടങ്ങളും ആ ആൾക്ക് അതിനേക്കാൾ മുകളിലല്ല. അതുകൊണ്ട് അയാൾക്ക് ആഗ്രഹങ്ങളില്ല. അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കരുത്. കാരണം തന്നെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ മനസ്സിലാക്കണം. ഈ ലോകത്തെ മുഴുവൻ യഥാർത്ഥത്തിൽ പരിഗണിച്ച് താൻ കർമ്മം ചെയ്യാതിരുന്നാൽ, അതാണ് ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ 21-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, യദ്യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ, സമൂഹത്തിൽ ആദരണീയനായ ശ്രേഷ്ഠനായ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കും മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത്, അറിവില്ലാത്തവർ. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ദുഃഖം കൊണ്ട് മനസ്സിൽ അപകർഷതാബോധം
ബാധിച്ച ഒരാൾ എപ്പോഴും അയാൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെ ചെയ്യാനുള്ള, അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതേപോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ യാതൊരു അറിവിനെയാണോ, യാതൊരു ശാസ്ത്രത്തെയാണോ ഫോളോ ചെയ്യുന്നത്, പ്രമാണമാക്കിയെടുക്കുന്നത്, അതിനെ തന്നെ ഈ അനുകർത്താക്കളും പ്രമാണമാക്കിയെടുക്കും എന്ന് ഇതിനു മുമ്പുള്ള ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ ഈ 22, 23 ശ്ലോകങ്ങളിൽ ശ്രീ ഭഗവാൻ പറയുന്നു, ഞാൻ തന്നെ, അതായത് ഈ പ്രപഞ്ചപുരുഷൻ തന്നെ, പരമാത്മാവ് തന്നെ, ഈ പരമാത്മാവിൻ്റെ ആവിഷ്കരണമായ ഈ പ്രപഞ്ചത്തെ തന്നെ ഒരു പുരുഷനായി കണക്കാക്കിയാൽ, ഒരു വിരാട് പുരുഷനായി കണക്കാക്കിയാൽ, ആ വിരാട് പുരുഷൻ തന്നെ, ആ മഹാവിഷ്ണു തന്നെ, ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ആ വിരാട് പുരുഷൻ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഓരോരോരോ കർമ്മങ്ങളുടെ രൂപത്തിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിനുള്ളിൽ എൻ്റെ ശാരീരിക അവയവങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയം, അതുപോലെ എൻ്റെ ദഹന പ്രക്രിയ, എൻ്റെ ബ്രെയിൻ, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ, ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അറിയുന്നില്ല. ഇതെല്ലാം ഈ വിരാട് പുരുഷന്റെ, പ്രപഞ്ചപുരുഷന്റെ പ്രവൃത്തിയാണ്. ഇത് എൻ്റെ മാത്രമല്ല, കോടാനുകോടി ജീവജാലങ്ങളുടെ എല്ലാം ഉള്ളിൽ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കർമ്മങ്ങളെയും സംഘാത, ചേതന, ധൃതി എന്ന് വേർതിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഈ ചലനങ്ങൾ മുഴുവൻ, ഈ സംഘാതവും ചേതനയും ധൃതിയും എല്ലാം തന്നെ ഈ പ്രപഞ്ച പുരുഷന്റെ പ്രവൃത്തിയാണ്. ഞാനിങ്ങനെ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ എന്നെപ്പോലെ തന്നെയാകും. കാരണം ശ്രേഷ്ഠൻ ചെയ്യുന്നത് എന്താണോ അത് നോക്കിയിട്ട് ആയിരിക്കും മറ്റുള്ളവർ ചെയ്യുക. അപ്പം അതുകൊണ്ട് മനുഷ്യരെന്ത് ചെയ്യും? എന്നെപ്പോലെ തന്നെ അവരും കർമ്മം ചെയ്യാതിരിക്കും. അങ്ങനെ കർമ്മം ചെയ്യാതിരുന്നാലോ പിന്നെ പ്രപഞ്ചമില്ല, പ്രപഞ്ചം നശിച്ചു. അപ്പോൾ പ്രപഞ്ചം സംരക്ഷിക്കുക എന്ന മഹാവിഷ്ണുവിൻ്റെ ആ സംരക്ഷണം, സ്ഥിതി എന്ന ആ ഒരു ജോലിയുണ്ടല്ലോ, പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി സംരക്ഷിക്കുക എന്നുള്ള ജോലി നടക്കണമെങ്കിൽ ഞാൻ തന്നെ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത മമ വർമാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശ. ന മേ പാർത്ഥ അസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. അല്ലയോ പാർത്ഥ, മേ എനിക്ക് കർത്തവ്യം ന അസ്തി, എനിക്ക് ഒരു ചെയ്യേണ്ടതായ ഒന്നും എനിക്കില്ല. അതിന് കാരണം എന്താണ്? ചെയ്യേണ്ടതായിട്ടില്ലാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിലേ എനിക്ക് ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അനവാപ്തം അവാപ്തവ്യം കിഞ്ചന ന. അനവാപ്തം എന്ന് പറഞ്ഞാൽ കിട്ടാത്തതായി, എനിക്ക് കിട്ടാത്തതായി യാതൊന്നും തന്നെ ഇല്ല. അതേപോലെ അവാപ്തവ്യം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് എനിക്ക് മറ്റെവിടുന്നെങ്കിലും സമാഹരിക്കണം എന്നും ഒന്നും തന്നെ ഇല്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈശ്വരനിലാണ് വർത്തിക്കുന്നത്. ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഈശ്വരനിൽ തന്നെ വർത്തിക്കുന്നു. ഈശ്വരൻ തന്നെയാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും എനിക്ക് കിട്ടാനുണ്ട് എന്ന് പറയാൻ വയ്യ. ഇപ്പൊ എനിക്ക് മറ്റൊരു വസ്തു കിട്ടാനുണ്ടാവുന്നത് എന്നിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വസ്തു ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ ഈശ്വരനെ സംബന്ധിച്ച് മറ്റൊരു വസ്തു ഇല്ല. അതുകൊണ്ട് എനിക്ക് അനവാപ്തവും അവാപ്തവ്യവും, എനിക്ക് കിട്ടാത്തൊരു വസ്തുവും ഇനി എനിക്ക് കിട്ടേണ്ടതാണത് എന്ന് തോന്നുന്നതായ ഒരു വസ്തുവും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കർത്തവ്യമൊന്നുമില്ല, എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും കിട്ടാനില്ല. അതാണ് ത്രിഷു ലോകേഷു കർത്തവ്യം ന അസ്തി. 3 ലോകത്തിലും. എന്താ ഈ 3 ലോകം? 3 ലോകം എന്ന് പറയുന്നത് ഭൂലോകം, ഭുവർലോകം, സ്വർലോകം. അതിൽ ഭൂലോകം എന്ന് പറയുന്നത് അന്നമയ കോശമാണ്, അതായത് ഫിസിക്കൽ ബോഡിയാണ്. അന്നം കൊണ്ട് രൂപപ്പെടുന്ന ശരീരം, അതാണ് ഫിസിക്കലായിട്ട് കാണുന്ന ബോഡി, അതാണ് ഭൂലോകം.
ഭുവർലോകം എന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സിന്റെ, പ്രാണശക്തിയുടെ നമ്മുടെ എനർജി എന്ന് പറയുന്ന ലോകമാണ് ഭുവർലോകം. സ്വർലോകം എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ ഈ ശരീരത്തിലും പ്രാണനിലും, പ്രാണനാകുന്ന ഈ വൈറ്റൽ ഫോഴ്സിലും അതേപോലെ തന്നെ മനസ്സിലും, ഇതാണ് 3 ലോകം. ആ ഫിസിക്കലായിട്ടും എനിക്കൊന്നും കിട്ടാനില്ല, എനർജി എന്നുള്ള രീതിയിലും എനിക്കൊന്നും കിട്ടാനില്ല. അയ്യോ എനിക്ക് വളരെ ക്ഷീണം ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് കുറച്ച് എനർജി വേണം, അങ്ങനെയൊന്നുമില്ല. കാരണം ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ്. അതേപോലെ മനസ്സിൽ എന്തെങ്കിലും കിട്ടാനുണ്ട്, ഞാൻ ചിലത് മറന്നുപോയി, അതുകൊണ്ട് എനിക്ക് ആ മറന്നുപോയത് എനിക്ക് ഇനി ഓർത്തെടുക്കാനുണ്ട്, അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്നും തന്നെ കിട്ടാത്തതുമില്ല, എനിക്ക് കിട്ടാനുമില്ല. അതാണ് ത്രിഷു ലോകേഷു കിഞ്ചന, ഒന്നും തന്നെ. നമേ പാർത്ഥ അസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി, എങ്കിലും ഞാൻ കർമ്മത്തിൽ തന്നെ തുടരുന്നു, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ തുടരുന്നു. അതാണ് വർത്ത ഏവച കർമ്മണി, കർമ്മണി വർത്ത ഏവ, കർമ്മത്തിൽ അതുകൊണ്ട് ഞാൻ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കാരണം എന്താണ്? യദിഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത മമ വർമാനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശ. യതി ഹി അഹം, ഹി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ, അഹം ഞാൻ, ജാതു അതന്ത്രിത കർമ്മണി ന വർത്തേയം യതി, ജാതു ഒരിക്കലെങ്കിലും, അതന്ത്രിത മടി കൂടാതെ, കർമ്മണി ന വർത്തേയം അതായത് യാതൊരു മടിയുമില്ലാതെ ഞാൻ നിരന്തരം ഇങ്ങനെ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രകൃതിയിൽ, അല്ലേ? പ്രകൃതിയിലെല്ലാം കൃത്യമാണ്. നമുക്കൊക്കെ പലതും തെറ്റും, പക്ഷെ പ്രകൃതിയിലൊന്നും തെറ്റില്ല. ഇപ്പൊ സൂര്യൻ ഉദിക്കുന്ന സമയം, ഇതൊന്നും തെറ്റില്ല, അത് കൃത്യസമയത്ത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒട്ടും മടി കൂടാതെ ഞാനിങ്ങനെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ, ന വർത്തേയം യതി, ഞാൻ അതിൽ അങ്ങനെ തുടർന്നില്ല എങ്കിൽ, മമ വർമ്മ അനുവർത്തന്തേ, എൻ്റെ വർമ്മ എന്ന് പറഞ്ഞ മാർഗം, എൻ്റെ മാർഗത്തെ, എൻ്റെ വഴി തന്നെ ഈ മനുഷ്യർ അനുവർത്തിക്കും. കാരണം മനുഷ്യർക്ക് മടിയുണ്ട്, മനുഷ്യര് അലസന്മാരാണ്. ആ അലസത എന്ന് പറയുന്ന സ്വഭാവം മനുഷ്യനുള്ളത് കൊണ്ട് മനുഷ്യന് ഒരു മോഡലായിട്ട്, ഒരു മാതൃകയായിട്ടാണ് ഈ പ്രകൃതി വർത്തിക്കുന്നത്. അതാണ് മനുഷ്യാഹ പാർത്ഥ സർവശ. സർവശ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകാരത്തിലും, അതായത് നേരത്തെ പറഞ്ഞ 3 ലോകങ്ങളുണ്ടല്ലോ, ശരീരം, പ്രാണൻ, മനസ്സ്. ശാരീരികമായി മടി പിടിക്കും, അതേപോലെ ശക്തി ഉപയോഗിക്കാൻ മനുഷ്യൻ മടിക്കും, അതേപോലെ മനസ്സുകൊണ്ട് പ്രവൃത്തി ചെയ്യാൻ മടിക്കും. അങ്ങനെ മടിച്ചിട്ട് മമ വർമ്മ അനുവർത്തന്തേ, ശരിയായ രീതിയിൽ പ്രകൃതിയിൽ കർമ്മം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ ഈ മനുഷ്യനും തുടരും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ പ്രകൃതിയിൽ വളരെ കൃത്യമായി ഈ കർമ്മങ്ങൾ നടക്കുന്നത് കൊണ്ട് ഓരോ പ്രകൃതി ശക്തിയും അതിൻ്റെതായ കർത്തവ്യ കർമ്മങ്ങൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന മനുഷ്യൻ ഇതിനെ മോഡലാക്കിയെടുത്ത് ഞാനും കർത്തവ്യം ചെയ്യണം എന്ന് പഠിക്കും. അങ്ങനെ പഠിക്കുന്നതിലൂടെ മനുഷ്യനും കർമ്മം ചെയ്യും, അഥവാ കർമ്മയോഗം അനുഷ്ഠിക്കും. അങ്ങനെ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരം അവാപ്സ്യഥ. ഇതാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. അങ്ങനെ ശ്രേയസ് ഉണ്ടാകണം, ഭൗതികമായ ശ്രേയസ്സും ഉള്ളിൽ ആത്മീയമായ മോക്ഷവും. ഇത് രണ്ടും ഭഗവത്ഗീത ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് കർമ്മത്തിൽ തന്നെ തുടരണം. ആ കർമ്മത്തിൽ തുടർന്നുകൊണ്ട് ജ്ഞാനസമ്പാദനം, ആത്മജ്ഞാന സമ്പാദനം ഉണ്ടാക്കണം എന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ഇനി ഇങ്ങനെ ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് തന്നെ വീണ്ടും, അതായത് പരമാത്മാവ് കർമ്മം ചെയ്യാതിരുന്നാൽ പരമാത്മാവിനൊന്നും തന്നെ നേടാനില്ല. പക്ഷെ എങ്കിലും ഈ പ്രപഞ്ചരൂപത്തിൽ, വിരാട് പുരുഷന്റെ രൂപത്തിൽ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് കണ്ട് മനുഷ്യനും കർമ്മം ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിലേക്ക് ഇനി അടുത്ത ശ്ലോകം പോകുന്നു. ആ അടുത്ത
ശ്ലോകവും തുടർന്നുള്ള ഗീതാസപര്യയിലെ ശ്ലോകങ്ങളിലേക്കും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.